നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൽ അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങളിൽ ഏറ്റവും അധികം പരിക്കു പറ്റിയ നേതാവാണ് കെ മുരളീധരൻ. ഈ സംഭവവികാസങ്ങളിലെല്ലാം അദ്ദേഹം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അതിൽ പ്രതിഷേധിച്ചായിരിക്കണം ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പോകാൻ പോലും തയ്യാറായില്ല. കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ നേതാക്കന്മാരുടെ ഒരു പടയുണ്ടല്ലോ, അതിലൊന്നും കെ മുരളീധരൻ ഉണ്ടായില്ല. തനിക്ക് പൂർണ്ണമായും അസംതൃപ്തിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ ഉള്ളതെന്നും എന്നാൽ തനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുമുള്ള പരാതിയാണ് അദ്ദേഹം നിരന്തരം ഉയർത്തുന്നത്. ഈ പരാതിക്ക് പിന്നിൽ ഒരു പ്രശ്നമുണ്ട് എന്നാണ്, അല്ലെങ്കിൽ ഒരു വസ്തുതയുണ്ട് എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കെ മുരളീധരന് തൻ്റെ മണ്ഡലമായ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തണമെന്നാണ് ആഗ്രഹം. എന്നാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ MLA CPMലെ പ്രശാന്താണ്. പ്രശാന്തിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ലെന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടിയതോടുകൂടിയാണ് കെ മുരളീധരൻ ഖിന്നനായത്. വട്ടിയൂർക്കാവിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുക അത്ര എളുപ്പമല്ലെന്നും പ്രശാന്ത് അവിടെ വലിയ തോതിൽ ജനകീയ ജനപിന്തുണയുള്ള ആളായി മാറിക്കഴിഞ്ഞെന്നും പിണറായി വിജയൻ്റെ സർക്കാർ വട്ടിയൂർക്കാവിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും കെ മുരളീധരന് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ നിന്നിട്ട് വലിയ കാര്യമില്ലെന്നും ജയിക്കാൻ സാധ്യത കുറവാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ മണ്ഡലവുമില്ല. ഇത് ആരോടും പറയാനും പറ്റില്ല. കാരണം വട്ടിയൂർക്കാവിൽ മത്സരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കക്ഷത്തിലിരുന്ന വടകര സീറ്റ് കളഞ്ഞ് ഉത്തരത്തിലിരുന്ന തൃശ്ശൂർ ലോക്സഭാ സീറ്റ് പിടിക്കാൻ വേണ്ടി അദ്ദേഹം വന്നത്. തൃശ്ശൂരിൽ വിജയിച്ചില്ല എങ്കിലും 2ാം സ്ഥാനത്തെത്തുമെന്നാണ് കെ മുരളീധരൻ കരുതിയിരുന്നത്. പക്ഷേ 2ാം സ്ഥാനത്തെത്തിയില്ല. ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതിന് ഉത്തരവാദികൾ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. വളരെ മനോഹരമായി കെ മുരളീധരനെ അവർ പിന്നിൽ നിന്നും കുത്തി കാലുവാരി 3ാം സ്ഥാനത്തേക്ക് ഇട്ടു. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനെത്തിയപ്പോഴാണ് CPMൻ്റെ പ്രശാന്ത് അത്ര പെട്ടെന്നൊന്നും അവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന കക്ഷിയല്ല എന്ന് മനസ്സിലായത്. ഇതോടെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ്റെ ജയസാധ്യത മങ്ങി. അതോടുകൂടി അദ്ദേഹം മുസ്ലിം ലീഗിനെ അഭയം പ്രാപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത് മലപ്പുറത്തോ കോഴിക്കോടോ തങ്ങളുടെ ഒരു ഉറച്ച സീറ്റ് കെ മുരളീധരന് വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകാമെന്നാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു ഉറച്ച സീറ്റ് മുസ്ലിം ലീഗ് കെ മുരളീധരന് വേണ്ടി നൽകിയിരുന്നു. അതിൻ്റെ പേരാണ് കൊടുവള്ളി. പക്ഷേ അന്നത്തെ ലീഗ് നേതാവ് PT റഹീം റിബലായി മത്സരിച്ച് അദ്ദേഹം ജയിക്കുകയും കെ മുരളീധരൻ പരാജയപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് അദ്ദേഹം പിന്നെ മലബാറിലെ കളികൾ വിട്ട് തെക്കൻ കേരളത്തിലേക്ക് വന്നത്. അവസാനം തെക്കൻ കേരളത്തിലെ തന്നെ നിയമസഭാ മണ്ഡലം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ത്തിനുള്ള MLA സ്ഥാനം രാജിവെച്ചാണ് അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ പോയത്. വടകരയിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. 2ാം തവണയും 2024 ജയിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം അത് വിട്ടെറിഞ്ഞ് തൃശ്ശൂർ പോയതും 3ാം സ്ഥാനത്തെത്തിയതും. ഏതായാലും മുസ്ലിം ലീഗ് ഇത്തവണ അദ്ദേഹത്തിന് നല്ലൊരു സീറ്റ്, വിജയിക്കാൻ സാധ്യതയുള്ള നല്ലൊരു സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് അദ്ദേഹത്തിന് നൽകിയേക്കാം. അതൊരു പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരോ അല്ലെങ്കിൽ ഈ വരുന്ന തവനൂർ സീറ്റോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റൊക്കെ ആയിരിക്കാമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഉറപ്പൊന്നും സീറ്റുകളിലെ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായാലും മുസ്ലിം ലീഗ് അദ്ദേഹത്തെ കൈവടിയിൽ നിന്നും അദ്ദേഹത്തിന് അവരുടെ ഒരു ഉറച്ച സീറ്റ് നൽകാമെന്നും ലീഗ് നേതൃത്വം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും കെ മുരളീധരൻ അങ്ങനെ ഒരു സമാധാനത്തിലാണ്. കാരണം മുരളീധരൻ കൂടി ജയിച്ച് നിയമസഭയിലെത്തിയാൽ ലീഗിന് താല്പര്യമില്ലാത്ത ഒരാൾ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രിയാകുന്നത് തടയണം. അങ്ങനെ വന്നാൽ കെ മുരളീധരൻ ജയിച്ച് നിയമസഭയിലെത്തിയാൽ പിന്നെ ലീഗിന് താല്പര്യമില്ലാത്ത ഒരാൾ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി ആകുന്നൊരു അവസരം വന്നാൽ കെ മുരളീധരനെ ഉപയോഗിച്ച് അതിനെ വെട്ടാമെന്നുള്ളതാണ് ലീഗിൻ്റെ തന്ത്രം. കെ മുരളീധരൻ ഈ തന്ത്രത്തിന് നിന്നുകൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കെ മുരളീധരൻ്റെ രക്ഷകർത്തൃത്വം ഇപ്പോൾ ഏതായാലും മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് ജയിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുരക്ഷിതമായൊരു മണ്ഡലം മുസ്ലിം ലീഗ് നൽകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്.